SDPA പരിപാടിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം MC വടകര വഖഫ് മദ്രസ സംരക്ഷണ സമിതി സെമിനാറിലാണ് MC വടകര പങ്കെടുത്തത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധവുമായി ലീഗ് പ്രവർത്തകർ രംഗത്ത് വന്നു. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, ഗുഡ് മോർണിംഗ്. ഈ സെമിനാറിന് MC വടകര എത്തിയതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമത്തിൽ എന്ത് തരത്തിലുള്ളൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്? വിശദാംശങ്ങൾ എന്താണ് ഷഹീദ്? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാണ് MC ഇബ്രാഹിം എന്ന MC വടകര. അദ്ദേഹം സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാണ്, നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ്, ആ രീതിയിലൊക്കെ ലീഗിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അദ്ദേഹമാണ് SDPA പരിപാടിയിൽ മദ്രസ വഖഫ് സംരക്ഷണ സെമിനാർ എന്ന പേരിൽ വടകരയിൽ SDPA സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. അതിൽ അദ്ദേഹം ഈ സമുദായത്തിൽ സംഘടനകൾ തമ്മിലുള്ള ഭിന്നതകളൊക്കെ മാറ്റിവെച്ച് ഈ കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ ഒരുമിച്ച് നമ്മൾ നിൽക്കണം എന്ന് തുടങ്ങിയുള്ള പ്രസ്താവനകളൊക്കെയാണ് അദ്ദേഹം നടത്തുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് SDPA ഒരു തരത്തിലും ഇത്തരം സെമിനാറുകളിലോ മറ്റ് യോഗങ്ങളിലോ ഒന്നും സഹകരിപ്പിക്കാറില്ല, അവരുടെ പരിപാടികളിൽ പങ്കെടുക്കാറില്ല, പങ്കെടുക്കരുത് എന്നാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നയം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മുസ്ലിം സംഘടനകളുടെയൊക്കെ വിവിധ സമയങ്ങളിൽ യോഗങ്ങൾ മുസ്ലിം ലീഗ് പല വിഷയങ്ങളിലും വിളിച്ചു ചേർക്കാറുണ്ട്. പക്ഷേ അത്തരം യോഗങ്ങളിൽ ഒന്നും തന്നെ SDPA കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും മുസ്ലിം ലീഗ് വിളിച്ചിട്ടില്ല, അവരുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുമില്ല. ഇതാണിപ്പോൾ ലീഗിൽ വലിയ ചർച്ചയായിട്ടിരിക്കുന്നത്. പ്രവർത്തകർ അതിനെതിരെ വലിയ വിമർശനവുമായി രംഗത്ത് വന്നു. എന്ത് ന്യായം പറഞ്ഞാലും ലീഗ് നേതാവ് SDPA പരിപാടിയിൽ പങ്കെടുത്തത് ശരിയായില്ല, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തുടങ്ങിയ പരാമർശങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വഴി ലീഗ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിലും ഇക്കാര്യം ചർച്ചയായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ലീഗ് ഇനി എന്ത് നടപടിയെടുക്കും, സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അത് വിചിത്രമായ രീതിയിൽ തന്നെയാണ് ഒരു കാര്യമായി പോയി എന്ന് ലീഗിനകത്ത് തന്നെ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ്.